ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര മാർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരം വാർഷികാഘോഷം പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഹാലിഫാക്സിലെ ഹെബ്രോൻ ഫെലോഷിപ്പ് സമ്മർ ക്യാമ്പിന് മഹത്തായ തുടക്കം. NLCA മിഷണറിയായ ബ്രദർ ബിജു ഡി നിത്യതയിൽ ചേർക്കപ്പെട്ടു. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ സഹോദരങ്ങൾക്ക് അഭയവും കരുതലും നൽകി സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും സാക്ഷ്യമായ കൊട്ടാരക്കര മാർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരം 59ാമത് വാർഷികാഘോഷം മന്ദിരാങ്കണത്തിൽ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലർ ഡോക്ടർ ഫൈസൽ ഖാൻ ഉദ്ഘാടനം ചെയ്തു. കരുതലും സഹായവും അർഹിക്കുന്ന സമസൃഷ്ടങ്ങളായ സഹോദരങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കുവാനും ജീവിത സരണിയിൽ വിട്ടുപോയ കണ്ണികളെ വിളക്കിച്ചേർക്കുന്ന മഹത്വകരമായ പ്രേക്ഷിത വൃത്തിയുമാണ് 6 പതിറ്റാണ്ടായി ജൂബിലി മന്ദിരം നടത്തിവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ ഫെബി വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. വികാരി ജനറൽമാരായ റവറൻ ഈശോ മാത്യു, റവറൻ KY ജേക്കബ്, ജൂബിലി മന്ദിരം സൂപ്രണ്ട് റവറൻ ഷിബു സാമുവൽ, ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു എബ്രഹാം ജോൺ, ട്രഷറർ ജോർജ് പണിക്കർ, റവറൻ ജോജി K മാത്യു എന്നിവർ പ്രസംഗിച്ചു. രാവിലെ മന്ദിരം ചാപ്പലിൽ നടന്ന സ്തോത്ര പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഭദ്രാസന എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ബിഷപ്പ് സെക്രട്ടറി റവറൻ ജോർജ് വർഗീസ് ധ്യാന സന്ദേശം നൽകി. കഴിഞ്ഞ 25 വർഷമായി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിസ് ശയ്യാവലംബികളായ രോഗികൾക്ക് ഒരു താങ്ങും കരുതലുമാണ്. പൂർണ്ണസമയം ഡോക്ടർ നഴ്സ് സേവനം ഇവിടെ ലഭ്യമാണ്. വിദ്യാഭ്യാസ കരുതൽ പദ്ധതിയിലൂടെ നിർധനരായ 300-ൽ പരം പെൺകുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതും വൃക്ക രോഗികൾക്ക് ആശ്വാസമായി പുതുതായി ആരംഭിച്ച ഡയാലിസിസ് സെന്റർ പ്രവർത്തനവും അനുബന്ധ പ്രോജക്റ്റുകളാണ്. ഹെബ്രോൻ ഫെലോഷിപ്പ് ചർച്ച് ഹാലിഫാക്സ് ചാപ്റ്ററിന്റെ 2024-ലെ സമ്മർ ക്യാമ്പ് അനുഗ്രഹീതമായ തുടക്കം. ക്യാമ്പ് ട്യൂറോയിലെ ഇവാഞ്ചലിൻ സെന്ററിൽ സിസ്റ്റർ അക്സ സാജിന്റെ അധ്യക്ഷതയിൽ നടത്തി. ഹെബ്രോൻ സഭയുടെ സ്ഥാപകൻ കൂടിയായ പാസ്റ്റർ ചാർലി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹെബ്രോൻ കൊയർ, നിബു അലക്സാണ്ടർ, മാഗി ജെയിംസ്, പ്രിസ്കില്ല ആൻഡ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത ശുശ്രൂഷയും ആരാധനയും നടന്നു. ക്യാമ്പിന്റെ കോർഡിനേറ്റർ ക്ലിന്റൺ K റെസിൻ ക്രിസ്തുവിൽ വളരാൻ പുതുതലമുറ തയ്യാറാകണമെന്നും ക്രൈസ്തവ മാനവ ദർശനത്തിന്റെ മൂല്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുവെന്നും താൽക്കാലിക വിഷയത്തിൽ പ്രസ്താവിച്ചു. തുടർന്നുള്ള സെഷനുകളിൽ സിസ്റ്റർ ജെസി ജെയ്സൺ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. രാജസ്ഥാൻ നാഷണൽ ലൈഫ് ഡോൺ ചർച്ച് ഓഫ് ഇന്ത്യ മിഷണറിയായ ബ്രദർ ബിജു ഡി ഇന്ന് രാവിലെ ഹൃദയാഘാതത്തെ തുടർന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്ത് ആയിരുന്നു അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നത്. അദ്ദേഹം ബോണ്ട ഭാഷയിലേക്ക് പുതിയ നിയമം പരിഭാഷപ്പെടുത്തുന്നതിനായി ഒറീസയിലേക്ക് പോകുന്ന വഴിയിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത്. കോട്ടയത്തെ നാട്ടകം എന്ന സ്ഥലമാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഭാര്യ അനീഷ, മക്കൾ ജോഷുവ, ദയ. അദ്ദേഹത്തിന്റെ ദീർഘമായ സേവനം, മഹത്തായ വിശ്വാസം, സമർപ്പിത ജീവിതം എല്ലാവർക്കും എന്നും മറക്കാനാവാത്തതാണ്.